ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് എടുത്ത ശേഷം അതിൽ വല്യേട്ടൻസ് വ്ളോഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വല്യേട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനൽ വരും. അതിൽ സെലക്ട് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോയ്ക്ക് വന്നിട്ട് കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് അവളില്ല, അവൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഇന്ന് ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും ഹോട്ടലിലൊക്കെ പോയാൽ കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ചില്ലി ചിക്കൻ. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ള 1 kg എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് ഈ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ഞാനിപ്പോൾ കൈയളവാണ് ചേർക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് ഈ ഡാർക്ക് സോയാ സോസ് അത് ഒരു 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ. ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ഇതൊരു 2 ടീസ്പൂൺ. കോൺഫ്ലവർ ഒരു 1 ടേബിൾ സ്പൂൺ. 1.5, നമ്മളിപ്പോൾ 1 kg ആയതുകൊണ്ട് 1.5 എടുക്കാം. ഓക്കെ. 1 ടേബിൾ സ്പൂൺ മൈദ ഉണ്ടല്ലോ. ഒരു മുട്ട കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓടിപ്പോയി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സംഭവം ഒരു അരമണിക്കൂറായി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അത് ആഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതിൽ ഓരോ കഷ്ണങ്ങളായിട്ട് അതിലേക്ക് ഇടാം. ഓക്കെ. നല്ല ഡീപ്പ് ഫ്രൈ ആവണ്ട, എന്നാലും ചിക്കൻ ആയതുകൊണ്ട് നല്ല വേവണം. അപ്പോൾ ഫ്രൈ ആയിട്ട് ആണ് കറിയിലോട്ട് ചേർക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മറിച്ചിടാം.
ചിക്കനെല്ലാം ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചീനൻ ചട്ടി അടുപ്പിലേക്ക് കത്തിച്ചു. അപ്പോൾ ചീനൻ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, 2 ടേബിൾ സ്പൂൺ. ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായി. അതിലേക്ക് കുറച്ച് ഇഞ്ചി, ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്ന ശേഷം കുറച്ച് പച്ചമുളക്, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 4-5 പച്ചമുളക്. നന്നായിട്ട് മുരിഞ്ഞ് വന്ന ശേഷം സവാള ഒരു 4 എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കഷ്ണങ്ങളാക്കണം. പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഇനി കൈകളാണ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാൻ. ഇനി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതിലേക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കും. 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ സ്ക്വയറായിട്ടായിരുന്നു ആഡ് ചെയ്ത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നു. അല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചേർത്തു. ഇനി 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നു. കുറച്ച് മതി. കോൺഫ്ലവർ ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്യണം. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാടിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ ക്രിസ്മസോടുകൂടി ഇതിലേക്ക് സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഇളക്കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്
ജസ്റ്റ് ഒരു പാത്രത്തിൽ എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഉണ്ടോ? അപ്പോൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് അവളെ തന്നെ വിളിക്കേണ്ടി വരും. അപ്പോൾ ഞാനന്ന് അവളെ വിളിച്ചിട്ട് വരാം. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇരുട്ടിപ്പോയി. അപ്പോൾ നമ്മൾ റൂമിൽ സെറ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ സാധനം കണ്ടല്ലോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവളെ വിളിക്കാം. ഇവാ, ഞാൻ കുളിക്കുമായിരുന്നു ഇത്രയും നേരം. അല്ല, ചേട്ടൻ ആദ്യത്തെ പാട്ട് ഷൂട്ട് ചെയ്തപ്പം ഞാൻ കുളിക്കുമായിരുന്നു. അതാണ് എന്തായാലും സാധനം റെഡിയായിട്ട് ഞാൻ എത്തി. അപ്പോൾ ഇവള് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കഴിച്ചു. ഓക്കെ, കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനെപ്പോഴും ഒരു എക്സ്പോഷർ ഇട്ടിട്ട് ഞാൻ മരിച്ചു. കാരണം നോ രക്ഷ അറ്റ് ഓൾ. ഭയങ്കര ടേസ്റ്റാണ്. കഴിഞ്ഞ മാംഗോ ഷേക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, എനിക്ക് തരാതെ കഴിച്ചത്. അതുപോലെ എന്നാലും കുറച്ച്. അപ്പോൾ ഞാനും കൂടെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഭയങ്കര ടേസ്റ്റ്. അടിപൊളി. നല്ല കുരുമുളകിൻ്റെയും ചില്ലിയുടെ ഒക്കെ നല്ല എരിവുണ്ട്. വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയല്ലേ സംഭവം? ഈസിയാണ്. ആ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന കുറച്ച് ടൈമേ എടുക്കുകയുള്ളൂ. അല്ലാതെ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വലിയ ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ കഴിച്ച് മതിയായി എന്നിട്ട് പറയും. എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻ്റ് ആരും കുറച്ച് പേര് നമുക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ചെയ്യാറുണ്ട്. ബാക്കിയുള്ളവർ നിങ്ങളുടെ സജഷൻസ് പറയണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണുന്നവരേക്കും ബൈ. ബൈ.